Good morning. We are studying the chapter Structural Organization in Animals. In that, we have dealt with the animal tissues classification. First one is the epithelial tissue. So far, we have discussed the simple epithelium in that. Now, we can go to the compound epithelium. Compound epithelium. Compound epithelium is made of more than one layer, that is, multi layered, of cells, and thus has a limited role in secretion and absorption. സോ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയേർഡ് ആയിരിക്കും. ഇത് സെല്ലുകളുടെ ലെയർ എന്ന് പറയുന്നത് ഒരുപാടുണ്ടായിരിക്കും, ഒന്നിലധികം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നിലധികം ഉള്ളതുകൊണ്ട് തന്നെ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നത് ഇതിന് ചെയ്യാൻ പറ്റത്തില്ല. ആ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്നുള്ള റോള് വളരെ ചെറുതാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ? Their main function is to provide protection against chemical and mechanical stresses. അപ്പോൾ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. They cover the dry surfaces of skin, the moist surfaces of buccal cavity, pharynx, inner lining of ducts, of salivary glands and of pancreatic ducts. സോ എല്ലാ കൈൻഡ് ഓഫ് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ സർഫസ് ഓഫ് സ്കിന്നിലുണ്ട്, അതുപോലെ തന്നെ ബക്കൽ ക്യാവിറ്റിയുടെ ആ മോയിസ്റ്റ് സർഫസിലുണ്ട്, ഫാരിങ്സിലുണ്ട്, ഓക്കെ, സലേവറി ഗ്ലാൻഡിൻ്റെ ഡക്റ്റുകളിലും പാൻക്രിയാറ്റിക് ഡക്റ്റുകളിലും ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. സോ വി ക്യാൻ സീ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഇൻ ദിസ് ഫിഗർ. കണ്ടോ, ഇവിടെ കുറേ ലെയർ ഓഫ് സെൽസ് ഇല്ലേ? ഹിയർ വി ക്യാൻ സീ മൾട്ടി ലെയർ ഓഫ് സെൽസ്. കണ്ടോ, ഒരുപാട് ലെയർ ഉണ്ട്. So next paragraph, all cells in the epithelium are held together with little intercellular material. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ വളരെ കുറച്ചേ ഉള്ളൂ. In nearly all animal tissues, specialized junctions provide both structural and functional links between its individual cells. അപ്പം ഇടയ്ക്കുള്ള ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇത് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ജംഗ്ഷൻസ് വഴിയാണ്. രണ്ട് സെൽസ് വളരെ അടുത്തായിരിക്കും ഇരിക്കുന്നത്, ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ ഭയങ്കര കുറവാണ്. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് കാണും. ദർ ആർ 3 types of cell junctions found in the epithelium and other tissues. അപ്പോൾ എപ്പിത്തീലിയത്തിലും അതർ ടിഷ്യൂസിലായിട്ടൊക്കെ 3 ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ദീസ് ആർ കോൾഡ് ടൈറ്റ്, അഡ്ഹിയറിംഗ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ 3 ഏതൊക്കെയാണ്? ടൈറ്റ് ജംഗ്ഷന്, അഡ്ഹിയറിംഗ് ജംഗ്ഷന്, ഗ്യാപ്പ് ജംഗ്ഷന്. ഇങ്ങനെ 3 ജംഗ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ടൈറ്റ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻസ് ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ഈ ടൈറ്റ് ജംഗ്ഷൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവർ ഒരു ടിഷ്യൂവിൽ നിന്നും സബ്സ്റ്റൻസുകൾ ലീക്ക് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ടൈറ്റ് ജംഗ്ഷൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് ദ അഡ്ഹിയറിംഗ് ജംഗ്ഷൻ. അഡ്ഹിയറിംഗ് ജംഗ്ഷൻ ആ പേര് പറയുന്ന പോലെ തന്നെ പെർഫോം cementing to keep neighboring cells together. And the third one is the gap junction. Gap junctions facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells for rapid transfer of ions, small molecules and sometimes big molecules. തമ്മിൽ രണ്ട് സെല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ജംഗ്ഷൻ ആണെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ജംഗ്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷനുകൾ. ഈ ജംഗ്ഷനിൽ എന്താണ്? സൈറ്റോപ്ലാസം വഴി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രണ്ട് സെല്ലിൻ്റെയും സൈറ്റോപ്ലാസംസ് കൂട്ടിമുട്ടിയിരിക്കും. ആ ഒരു ഗ്യാപ്പ് ജംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ദേ ക്യാൻ ട്രാൻസ്ഫർ അയോൺസ്, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് ബിഗ് മോളിക്യൂൾസ് ഓൾസോ. ഓക്കെ, ദാറ്റ് ആർ ദ ഫംഗ്ഷൻ ഓഫ് ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പം നമ്മൾ സെൽ ജംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹിയറിംഗ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ സബ്സ്റ്റൻസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലീക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അഡ്ഹിയറിംഗ് ജംഗ്ഷൻ ആണെങ്കിൽ രണ്ട് സെല്ലുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിർത്തുന്നു. ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, സോ ഈ പാരഗ്രാഫോടുകൂടി നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്നുള്ള പോർഷൻ കഴിയുകയാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞല്ലേ 4 ടൈപ്പ് ടിഷ്യൂ ഉണ്ടെന്ന്. ഏതൊക്കെയായിരുന്നു? മറന്നുപോയോ? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ പഠിക്കാം. കണക്റ്റീവ് ടിഷ്യൂ. Connective tissue. Connective tissues are most abundant and widely distributed in the body of complex animals. അപ്പോൾ ഏറ്റവും അബണ്ടൻറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഏതാണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻ ദ ബോഡി ഓഫ് കോംപ്ലെക്സ് ആനിമൽസ്.
They are named connective tissues because of their special function of linking and supporting other tissues or organs of the body. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലിങ്കിങ്, അല്ലെങ്കിൽ സപ്പോർട്ടിങ് അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഇപ്പം നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസ് ഒക്കെ ഓരോരുത്ത് അതേ പൊസിഷനിൽ നിർത്താനും അങ്ങനെ ഒരു കണക്റ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ആ പേര് പറയുന്ന പോലെ തന്നെയാണ്. They range from soft connective tissues to specialized types. And this include cartilage, bone, adipose and blood. In all connective tissues except blood, the cells secrete fibers of structural proteins called collagen or elastin. അപ്പോൾ ഈ ബ്ലഡ് ഒഴിച്ച് ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂവും എന്ത് സെക്രീറ്റ് ചെയ്യും? സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. അപ്പോൾ ബ്ലഡ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും കൊളാജൻ ഫൈബറും ഇലാസ്റ്റിൻ ഫൈബറും സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകളാണ്. മനസ്സിലായോ? ദ ഫൈബേഴ്സ് പ്രൊവൈഡ് സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ ടിഷ്യൂ. അപ്പോൾ ഈ ഫൈബേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ടിഷ്യൂവിന് സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. These cells also secrete modified polysaccharides which accumulate between cells and fibers and act as matrix, that is the ground substance. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ളതാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ ഇപ്പം സെല്ലുകളുടെ ഒരു കൂട്ടമാണല്ലോ, ഇതിലെ ചില സെൽസുകൾ എന്ത് സെക്രീറ്റ് ചെയ്യും? ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യും. ആ ഫൈബേഴ്സ് സ്ട്രക്ചറൽ പ്രോട്ടീനുകളാണ്, ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീനുകളാണ് ആ ഫൈബർ എന്ന് പറയുന്നത്. ഈ ഫൈബേഴ്സിൻ്റെ പേരാണ് ഒന്ന് കൊളാജൻ ഫൈബർ, അതുപോലെ തന്നെ വേറെ ഒന്നാണ് ഇലാസ്റ്റിൻ ഫൈബർ. രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യും. ഈ ഫൈബേഴ്സ് ആ സെല്ലുകൾ എന്തിനാണ് ഈ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഫൈബേഴ്സ് വേണം ഈ ടിഷ്യൂവിനുള്ള സ്ട്രെങ്ത്തും ഫ്ലെക്സിബിലിറ്റിയും, ഇപ്പോൾ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ടിഷ്യൂവിൽ തന്നെ ചില സെല്ലുകൾ എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? പോളിസാക്രൈഡുകളാണ്. ആ പോളിസാക്രൈഡുകൾ സെക്രീറ്റ് ചെയ്ത് അത് ഈ സെല്ലുകളുടെ എല്ലാ ഇടയിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് ആൻഡ് അതിനിടയിൽ അപ്പോൾ ഈ ഫൈബേഴ്സും കൂടെ വരും. അങ്ങനെ അതൊരു മാട്രിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂസ് ആർ ഓഫ് 3 types. 3 ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, സെക്കൻഡ് ഈസ് ദ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് തേർഡ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സോ ആദ്യത്തേതായിട്ടുള്ള ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് പഠിക്കാം. Loose connective tissue has cells and fibers loosely arranged in a semi-fluid ground substance, for example, areola tissue present beneath the skin. അപ്പോൾ നമ്മുടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ആദ്യത്തെ പറഞ്ഞേക്കുന്നത്. ആരിയോള ടിഷ്യൂ, നമ്മുടെ സ്കിന്നിനടിയിലുള്ള ആരിയോള ടിഷ്യൂ ഉണ്ട്, ആ ഒരു ടിഷ്യൂ ആണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആ പേര് പറയുന്ന പോലെ തന്നെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതിലെ സെൽസും അതുപോലെ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഫൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഫൈബേഴ്സ് എല്ലാം ആ സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സബ്സ്റ്റൻസിൽ ഇങ്ങനെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിരിക്കും. എക്സാമ്പിളാണ് ആരിയോള ടിഷ്യൂ പ്രസൻറ്റ് ബെനത്ത് ദ സ്കിൻ. Often it serves as a support framework for epithelium. It contains fibroblast, that is the cells that produce and secrete fibers, and macrophages and mast cells. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു സ്കിന്നിലൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടൈപ്പാണല്ലോ എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിനൊരു സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കായിട്ടാണ് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. അതുപോലെ തന്നെ ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ എന്തൊക്കെയുണ്ട്? ഫൈബ്രോബ്ലാസ്റ്റുകൾ, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ്, ഇങ്ങനെ 3 ടൈപ്പ് സെല്ലുകളും നമുക്ക് കാണാൻ പറ്റും. ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സെൽ എന്താണ്? ഫൈബേഴ്സ് പ്രൊഡ്യൂസിങ് സെൽസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പിക്ചർ നോക്കാം. Here in this figure, A is the areolar tissue. Here we can see the macrophage, fibroblast, this is fibroblast, and collagen fibers, okay, collagen fibers, and also mast cells. Adipose tissue is another type of loose connective tissue located mainly beneath the skin. The cells of this tissue are specialized to store fats. ഫാറ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ആഡിപ്പോസ് ടിഷ്യൂ. ഇതെവിടെ കാണുന്നത്? സ്കിന്നിൻ്റെ അടിയിലായിട്ടാണ്, ബെനത്ത് ദ സ്കിൻ. The excess of nutrients which are not used immediately are converted into fats and are stored in this tissue. നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് ന്യൂട്രിയൻസ് എടുക്കില്ലേ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ഫാറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിലാണ് സ്റ്റോർ ചെയ്യുന്നത്.
This is the adipose tissue, which is a type of loose connective tissue. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.